പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന നിർമ്മലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള കാര്യം അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് ആദർശ് വിചാരിക്കുന്നത് ഇവളുടെ വിചാരം ഇവൾ വലിയ ജെയിംസ് ബോണ്ട് തങ്കച്ചിയാണ് എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും പോലീസ് ഓഫീസർ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ എടുത്തിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്താ ആദർശ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, സർ, ആ നിർമ്മലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിർമ്മൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചത്. അവൻ ഉടനെ തന്നെ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാർ എത്രയും വേഗം 2 പോലീസുകാരായിട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് പറയണേ. എങ്ങനെയെങ്കിലും സാർ അവനെ പിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. എന്താ ആദർശ് ഇപ്പം ഇത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യുക? ഈ ലാസ്റ്റ് നിമിഷം പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സർ പ്ലീസ്, സാറ് വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ബെറ്റർ ആയിരിക്കും, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, ഓക്കെ ആദർശ്, എത്രയും വേഗം തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യൂ, ഞാൻ വരാം എന്ന് പറയണേ. ശരി സാർ, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശ് നയനയുടെയും നവ്യയുടെയും പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അഭിയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. നവ്യ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നിന്റെ ചീത്ത സമയം ആരംഭിച്ചു. ഈ വീട്ടിലെ എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ ഉടനെ തന്നെ എനിക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഈ വീട്ടിലൊരു ഭൂകമ്പം ഉണ്ടാക്കുന്നത് നീ കണ്ടോ? അതിനുശേഷം ഞാൻ തന്നെ നിന്നെ കഴുത്തിന് വെളി പിടിച്ച് തള്ളും. ആരെക്കൊണ്ടും നിന്നെ രക്ഷിക്കാൻ വേണ്ടി കഴിയില്ല ഇത്തവണ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അബി. അത് കഴിഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് നിർമ്മലിന്. എല്ലാം സെറ്റായിട്ടുണ്ട്, ഞാൻ പറയുമ്പോൾ നീ വന്നാൽ മതി എന്ന് പറയുകയാണേ. ആ മെസ്സേജ് നിർമ്മലിന് റിസീവ് ചെയ്യും. നിർമ്മലിന് അത് വായിച്ചതിന് ശേഷം ബൈക്കൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ നയനയും നവ്യയും കൂടി സംസാരിക്കുകയാണ്. നവ്യ പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ റിസ്ക് ആണല്ലോ എടുക്കുന്നത്. ഈ നിർമ്മൽ എന്ന് പറയുന്നവൻ അത്ര പ്രശ്നക്കാരൊന്നും ഒന്നും ആയിരുന്നില്ല പണ്ട്. എന്നാൽ ഇപ്പോൾ ഇവൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എന്തായാലും അവൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല. എന്തായാലും നീ നല്ല കെയർഫുൾ ആയിരിക്കണം. നിന്നെ ഞാൻ എന്തെല്ലാം രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ നീ എന്നെ ഇത്രയും വലിയൊരു കാര്യത്തിന് സഹായിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ട നയന പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി, ഞാൻ ചേച്ചിയുടെ അനിയത്തിയാണ്. ചേച്ചിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയുമോ? ഇപ്പം നമുക്ക് സംസാരിച്ച് സമയം കളയാനില്ല. എന്തായാലും ആ നിർമ്മലിനെ എത്രയും വേഗം തന്നെ പൂട്ടിയിട്ട് അവനെ കൊണ്ട് അവൻ്റെ വായനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്താണ് കാര്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ചേച്ചി, ഞാൻ പോട്ടെ, അവൻ പറഞ്ഞ സമയമായി. എന്തായാലും ചേച്ചി അവനെ കണ്ണുപെടാതെ ഒളിഞ്ഞിരിക്കണം. എങ്ങാനും കണ്ണുപെട്ട് കഴിഞ്ഞാൽ എല്ലാം പോകും. ഓക്കേടി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ ഒളിഞ്ഞു നിന്നിട്ട്. തുടർന്ന് നയന മാസ്ക് ഇട്ടിട്ട് തലയിൽ കൂടെ സാരിയൊക്കെ മൂടിയതിന് ശേഷമാണ് കേട്ടോ പോകുന്ന സമയത്ത് എന്തായാലും ഇന്ന് ആ നിർമ്മലിനെ പിടിക്കണം. അതുമാത്രമല്ല എൻ്റെ ചേച്ചി നിരപരാധിയാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ദൈവമേ നീ ഒരുക്കി തരണേന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ലപോലെ തന്നെ അവസാനിക്കണമെന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നയന അവിടുന്ന് പോകുന്നത്. അങ്ങനെ നയന ഗേറ്റിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്ത് നവ്യ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന് തൊട്ട് പുറകിലായിട്ട് ആദർശും, റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് പോലീസുകാരുടെ 3 പേരും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അവിടെ നിൽക്കുന്നത് നമ്മുടെ അബി കാണുകയാണ് കേട്ടോ. നവ്യാണെന്ന് കരുതിയിട്ട് നിർമ്മലിൻ്റെ വോയിസ് അയക്കുകയാണ്, നിർമ്മൽ നീ വാ എന്നുള്ള കാര്യം. അങ്ങനെ നിർമ്മൽ ബൈക്ക് എടുത്ത് വരികയാണ് കേട്ടോ. അബിയാണെങ്കിൽ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നവ്യേ, നീ നിർമ്മലിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണല്ലേ, നിന്നോ, നീ കണ്ടോ, നീ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അവനെ കാണാൻ വേണ്ടി പോവാന്നുള്ള കാര്യം ആർക്കാ അറിയുന്നത്? നാളെ നിങ്ങൾ 2 പേരും തമ്മിലുള്ള ഫോട്ടോസ് ആണല്ലോ ഇവിടെയുള്ള ആൾക്കാർ കാണാൻ വേണ്ടി പോകുന്നത്. നിന്നെ ഞാൻ നാളെ തൂക്കിയെടുത്തിട്ട് ഈ വീടിന് പുറത്താക്കും. നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാനേ പോകുന്നില്ല. തുടർന്ന് നിർമ്മൽ അവിടെ എത്തുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അബി മേലെ നിന്നിട്ട് നിർമ്മൽ വരുന്നതൊക്കെ കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം നമ്മുടെ ആദർശ് ബൈക്ക് അവിടെ നിർത്തിയെന്ന് കണ്ടിട്ട് ആ മറിഞ്ഞു നിൽക്കുന്ന അവിടെ നിന്ന് മാറി വരുമ്പോൾ കാലൊന്ന് തട്ടിങ്ങാണ്ട് വേദനിക്കുന്നുണ്ട് കേട്ടോ. ആ എന്ന് പറഞ്ഞാൽ ഒച്ചയുണ്ടാക്കുമ്പോഴാണ് ആദർശ് അവിടെ ഉണ്ടെന്ന് നമ്മുടെ അബി കാണുന്നത് കേട്ടോ. അങ്ങനെ ആദർശ് ഇവിടെ എന്നുള്ള കാര്യം മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ ഈ സൗണ്ട് കേട്ടും കൊണ്ട് അങ്ങോട്ടേക്ക് നവ്യ വരികയാണ് കേട്ടോ. അങ്ങനെ നവ്യ അവിടെ വെച്ചിട്ട് അബി കാണുമ്പോൾ, അയ്യോ നവ്യല്ലേ ഈ നിൽക്കുന്നത്, അപ്പം അവിടെ നിൽക്കുന്നത് ആരാ? നയനയാണോ? എന്നോടാണോ കളിക്കുന്നത്? അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയന ആ നിർമ്മലിൻ്റെ അരികിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് ഫോൺ എടുക്കുന്നുള്ള രീതിയിൽ അബി ഇങ്ങനെ മനസ്സിൽ തന്നെ പറഞ്ഞിട്ട് അവസാനം ഫോൺ എടുക്കുന്നുണ്ട് നിർമ്മൽ. എടാ നീ എത്രയും വേഗം പോടാ, നമ്മൾ വിചാരിച്ച മാതിരിയല്ല, പ്ലാൻ എല്ലാം
പ്രശ്നമായി, വേഗം പോടാ എന്നിങ്ങനെ പറയാണേ. അങ്ങനെ ഫോൺ ഉള്ളിലേക്ക് വെച്ചിട്ട് അവൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്കും നയന അവനെ പിടിക്കുകയാണേ. പിടിച്ച് കുറേ നേരം നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. പക്ഷെ നയനയെ ഒരൊറ്റ ചവിട്ടിന് താഴേക്ക് തള്ളിയിട്ടിട്ട് ആ ബൈക്കും കൊണ്ട് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും പോലീസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ പോലീസുകാരുടെ കയ്യിൽ നിന്നും വഴുതി പോവാണ്. അങ്ങനെ എല്ലാവരും കൂടി ഓടിച്ചിട്ട് നേരെ നയനയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. നയന അവിടെ വീണിട്ട് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ എടുത്ത് പൊക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടേ. പോലീസുകാർ അങ്ങോട്ട് വരുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, സർ നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ അവന് എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം ആദർശ് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവൻ്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് നയനയുടെ കയ്യിൽ മുറി പറ്റിയ കണ്ടിട്ട് നവ്യയ്ക്ക് സഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ നീ ചെയ്യണ്ട, ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ചെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നത് സൗണ്ട് ഉണ്ടാക്കല്ലേ. കണ്ടോ, വീട്ടിലെല്ലാവരും അറിഞ്ഞു എന്നാ തോന്നുന്നത്. എല്ലാവരും ഉണർന്ന് കിടക്കുകയാണ്. ഇതിനിപ്പം എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ അന്വേഷിക്കുന്നു പറയുമ്പോൾ എന്താ ആദർശ് ഈ സമയത്ത് നയനെ ഇങ്ങനെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. വേഗം ഉള്ളിലേക്ക് വാ, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അഭയാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ മേലങ്ങനെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട്. അങ്ങനെ നയനയും പിടിച്ചും കൊണ്ട് ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ആകെ പെട്ട അവസ്ഥയിലാവാണ്. നയനയുടെ കയ്യിലാണെങ്കിൽ ചോരയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് പറ്റി നയനമോൾക്ക് എന്നുള്ള കാര്യം ചോദിക്കണ്ടേന്നിട്ട് അത് ഇരിക്കാൻ വേണ്ടി പറയാണ്. അപ്പോഴേക്കും നമ്മുടെ നവ്യയാണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താ നയനയ്ക്ക് പറ്റിയെന്നുള്ള കാര്യം ഇങ്ങനെ മുത്തശ്ശനും എല്ലാവരും ചോദിക്കുന്നുണ്ട്. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇല്ല മുത്തശ്ശി, അതിന് മാത്രം ഒന്നും പറ്റിയില്ല എന്നൊക്കെ നയന പറയാണ്. പക്ഷെ ആദർശിൻ്റെ അടുത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. ആരും ടെൻഷൻ ആവണ്ട, പറയാമെന്ന് പറയണേ. അങ്ങനെ ഒരു നിമിഷം ആദർശ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇപ്പം നിർമ്മലിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഫസ്റ്റ് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതൊന്നും മുത്തശ്ശിന് താങ്ങാനുള്ള കൽപ്പുണ്ടാവില്ല. ഇത് തൽക്കാലം മറച്ചു വെക്കുന്ന നല്ലതെന്ന് പറയണം കേട്ടോ. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പോഴേക്കും നവ്യ വെള്ളം എടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അത് എന്ന് പറഞ്ഞിട്ട് നവ്യ തുടങ്ങുമ്പോഴേക്കും നവ്യ നീ കുറച്ചു നേരം മിണ്ടാതിരിക്കോ, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അതിന് ആദർശ് പറയുന്നത് പുറത്ത് ഒരു ഗുൽഫി വണ്ടി വന്നു, ഗുൽഫി കഴിക്കണമെന്ന് നയനയ്ക്ക് ആഗ്രഹം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നവ്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗുൽഫി വണ്ടി നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരുത്തൻ വെള്ളം അടിച്ചിട്ട് ലക്കും ലഗാരും ഇല്ലാണ്ട് വന്നു. ആ വണ്ടി വന്നിട്ട് നയനെ ഇടിച്ചു എന്ന് കാര്യം പറയുകയാണേ. ഇത് കേട്ട ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേ നീ അരികിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിച്ചോ, എന്നിട്ട് നീ അവനെ പിടിച്ചില്ല, ഇങ്ങനത്തെ അവന്മാരൊന്നും വെറുതെ വിടാൻ വേണ്ടി പാടില്ല, പോലീസിന് വിളിക്കുക എന്നുള്ള കാര്യം പറയുകയാണേ. പക്ഷെ നിനക്ക് ആ വണ്ടി നമ്പറെങ്കിലും ഓർമ്മയുണ്ടോ, നോട്ട് ചെയ്തായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാൻ നയന വീഴുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ ടെൻഷനായിപ്പോയി, വേഗം നയനയ്ക്ക് അരികിലേക്കാണ് ചെന്നത്. പുറകെ വന്ന നവ്യാണെന്നുണ്ടെങ്കിലും നയനയ്ക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലുകയാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും നയനയ്ക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെ ഇരുട്ടായിരുന്നല്ലോ, അതുകൊണ്ട് വണ്ടിയൊന്നും ശരിക്കും മനസ്സിലായതുമില്ല. എന്തായാലും പോലീസും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം എന്ന് പറയണേ. തുടർന്ന് ദേവയാനി പറയുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നേരം കെട്ട നേരത്ത് ഇങ്ങനെ ഓരോരോ പൂതി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അന്ന് ബീഡ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നട്ടപ്പൊരു രാത്രിയിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഗുൽഫി, എന്താടാ ഇതൊക്കെ? വന്ന് നിനക്ക് തീരെ തലയ്ക്ക് ബോധം ഇല്ലാണ്ടായിപ്പോയ ആദർശം എന്നൊക്കെ ചോദിക്കുകയാണേ. എന്തായാലും ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ മോളെ എന്നുള്ള കാര്യം ചോദിച്ച് മുത്തശ്ശിന് ഭയങ്കര സങ്കടമാണ്. പക്ഷേ മുത്തശ്ശി പറയുന്നത് എന്തോ നയനമോൾക്ക് വലിയ കണ്ണ് പറ്റിയിട്ടുണ്ട്, വലുതെന്തോ വരാനിരുന്നത്, ഇങ്ങനെ പോയിന്ന് വിചാരിച്ചാൽ മതി, ആരും ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ജലജ തുടങ്ങുകയാണ് കേട്ടോ അങ്ങോട്ട്. ആദർശ് നന്നായിട്ട് കഥ എഴുതുന്നുണ്ടല്ലോ. നയനയ്ക്ക് പെട്ടെന്ന് തന്നെ ഗുൽഫി തിന്നാനൊരു മോഹം. അങ്ങനെ പുറത്ത് പോയപ്പം നവ്യയും കൂടെ അവിടെ തന്നെ. അങ്ങനെ ഇവർ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഇടിക്കുന്നു. നല്ല കഥ, എല്ലാവരും വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കുന്ന രീതി സംസാരിക്കുകയാണേ. ഏട്ടത്തി, ഇതെല്ലാം ഏട്ടത്തി വിശ്വസിച്ചോ? പക്ഷെ ഇത് കേട്ട മുത്തശ്ശി പറയുന്നത്, ജലജെ നിനക്ക് എന്താ എവിടെയാ പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ലേ, കുറച്ചു നേരം ഒന്ന് മിണ്ടാതെ നിൽക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. തുടർന്ന് നമ്മുടെ ജയം പറയുന്നുണ്ട്, നയനയ്ക്ക് എന്താഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ രാത്രി ഇങ്ങനെ വെളിയിൽ കൂട്ടി പോകരുത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാ ഇതിന് മറുപടി പറയേണ്ടത്? ആദ്യം നീ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ എനിക്ക് ഒരു കുഴപ്പമില്ല, മുത്തശ്ശി എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം എന്തെങ്കിലും വയ്യായിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം, ഇപ്പോൾ റെസ്റ്റ് എടുത്താൽ മതി. ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം. അങ്ങനെ നയന എണീക്കുന്ന സമയത്ത് നയനയ്ക്ക് ഒട്ടും പാടില്ല കേട്ടോ എണീക്കാൻ, കാലൊക്കെ വേദനയായിട്ട്. ഇത് കണ്ട മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനയെ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകണം ആദർശ എന്നുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ ആദർശം ഇങ്ങനെ മിഴിച്ച് നോക്കിയിരിക്കുകയാണ് കേട്ടോ.
പക്ഷേ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ, മുത്തശ്ശൻ പറഞ്ഞ നീ കേട്ടില്ലേ? നയനയെ എടുത്തോണ്ട് പോകുന്നതിൽ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? ഇവിടെ ഞങ്ങളാരും കാണാൻ പാടില്ലാത്ത രംഗം വല്ലതും ആണോടാ അത്? എടുത്തിട്ട് പോടാ അവളെ എന്ന് പറയണേ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ആദർശ് നയനയെ എടുത്തുകൊണ്ട് പോവാണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്.